കഴിഞ്ഞ മുക്കാൽ നൂറ്റാണ്ടോളമായി തുടർന്നുകൊണ്ടിരിക്കുന്ന അറബ് ഇസ്രായേൽ പോരാട്ടങ്ങളുടെ രംഗഭൂമിയെ മധ്യധരണാഴിയുടെ പൂർവ്വമേഖലയിൽ നിന്നും കാതങ്ങൾ അകലെയുള്ള പേർഷ്യൻ ഗൾഫിലേക്കും വ്യാപിപ്പിച്ച ഒരു വലിയ സംഭവമായിരുന്നു 2025 ജൂൺ 13 ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ വമ്പൻ വ്യോമാക്രമണമെന്ന് നമുക്കറിയാം. മേൽപ്പറഞ്ഞ ദിവസം പുലർച്ചെ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന കോഡ് നാമത്തിൽ ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തിയ ഈ എയർ സ്ട്രൈക്കിൽ കുറഞ്ഞത് 200ഓളം ദീർഘദൂര ഫൈറ്റർ എയർക്രാഫ്റ്റുകളെയാണ് അവിടേക്ക് അവർ അയച്ചത്. എന്നാൽ ഇസ്രായേലിന്റെ ഈ അപ്രതീക്ഷിത നീക്കത്തിൽ നിന്നേറ്റ മുറിവിന് തിരിച്ചടിയായി നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ ജൂതരാജ്യത്തേക്ക് തൊടുത്തുവിട്ട ഇറാൻ പകരത്തിന് പകരമായ ഒരു നാശമാണ് ഇസ്രായേലിന് വരുത്തിയത്. അതോടെ പകമൂത്ത ഇസ്രായേൽ അധികം വൈകാതെ തന്നെ സ്വന്തം ശത്രുവിനെതിരെ വിപുലമായ ഒരു പ്രത്യാക്രമണത്തിനാണ് പദ്ധതിയിട്ടത്. തൽഫലമായി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറം സ്ഥിതി ചെയ്യുന്ന ഇറാനിലേക്ക് ഒരു മറുപടി പ്രഹരം നൽകാൻ തയ്യാറെടുത്ത ഇസ്രായേൽ ഇതിനുവേണ്ടി അവരുടെ ഏറ്റവും ആധുനികമായൊരു ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലിനെയാണ് ഒരുക്കി നിർത്തിയത്. പക്ഷേ അജ്ഞാതമായ എന്തോ കാരണങ്ങൾ കൊണ്ട് ഈ ICBM അറ്റാക്ക് ഉപേക്ഷിച്ച ഇസ്രായേൽ പിന്നീട് തങ്ങളുടെ തീരുമാനം വീണ്ടും ഒരു വ്യോമാക്രമണത്തിലൂടെയാണ് നടപ്പാക്കിയത്. ഭൂഖണ്ഡങ്ങൾ കടന്നും ആക്രമിക്കാൻ കഴിയുന്നതും ആണവേതര പോർമുനകളുമായി വൈരി മേഖലകളിൽ കനത്ത നാശം വരുത്താൻ സാധിക്കുന്നതുമായ ഈ മാരക മിസൈലിന് ജെറിക്കോ 3 എന്നായിരുന്നു പേര്. ഏഷ്യയുടെ ഭൂരിഭാഗ മേഖലയും ഉത്തര ആഫ്രിക്കയും കിഴക്കൻ യൂറോപ്പും വരെയും പറന്നെത്താൻ കഴിയുന്ന ഈ മാരക ഇസ്രായേലി മിസൈലിനെ പറ്റിയാണ് ചാണക്യന്റെ പുതിയ വീഡിയോ. ഒപ്പം ഇത്തരമൊരു ഭൂഖണ്ഡാന്തര മിസൈൽ വികസിപ്പിക്കാൻ ഇസ്രായേൽ ഇടയായ സാഹചര്യത്തെക്കുറിച്ചും നമുക്ക് കൂടുതലായി മനസ്സിലാക്കാം. ദശകങ്ങളായി സംഘർഷ കലുഷിതമായതും ഇതിനെ ഉദാഹരിക്കും വിധം ഒട്ടനേകം വൻ യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ളതുമായ മധ്യപൂർവ്വ ദേശത്തിന് പുറത്ത് തങ്ങൾക്ക് ശത്രു സമൂഹം സൃഷ്ടിക്കപ്പെട്ട 2000-ാം ആണ്ടിന്റെ ആദ്യ വർഷങ്ങളിലാണ് ലോകത്തിലെ ഏക ജൂതരാജ്യമായ ഇസ്രായേൽ ജെറിക്കോ 3 എന്ന അവരുടെ ആദ്യ ഭൂഖണ്ഡാന്തര മിസൈൽ വികസിപ്പിക്കാനുള്ള ആലോചനകൾ തുടങ്ങുന്നത്. സ്വതന്ത്ര ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കപ്പെട്ട 1948 മുതൽ കിഴക്കേ മെഡിറ്ററേനിയൻ തീരത്തെ അറബ് രാജ്യങ്ങളുമായി ഉടലെടുത്ത വലിയൊരു വൈരം കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നുവെങ്കിലും തങ്ങളുടെ സേനകൾക്ക് പ്രാപ്തമായ ഈ മേഖലയ്ക്ക് പുറത്തും യഹൂദ രാഷ്ട്രത്തിന് എതിരാളികൾ ഉടലെടുത്തതോടെയാണ് ഇത്തരമൊരു നടപടിയുടെ അനിവാര്യതയെക്കുറിച്ച് ഇസ്രായേലിന്റെ ചാര നേതൃത്വം രാജ്യത്തിന്റെ സിവിൽ മിലിറ്ററി ലീഡർഷിപ്പുകളോട് വിശദീകരിക്കുന്നതും. അക്കാലത്ത് ഇസ്രായേലിന് ലഭിച്ച പുതുശത്രുവായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ടെല്ലവീവിന് കടുത്ത സുരക്ഷാ വെല്ലുവിളി ഉയർത്തും വിധം തദ്ദേശീയമായി ദീർഘദൂര മിസൈലുകളും അണ്വായുധങ്ങളും വികസിപ്പിക്കാൻ ശ്രമിക്കുന്നതും ഇതിന് പ്രധാന കാരണവുമായി. പേർഷ്യൻ ഗൾഫിലെ ഒരു പ്രമുഖ രാഷ്ട്രവും പശ്ചിമേഷ്യയിൽ പലസ്തീൻ വിമോചന പ്രസ്ഥാന പോരാളികളുടെ ഉറ്റ അഭ്യുദയകാംക്ഷിയുമായ ഇറാൻ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ അയൽക്കാരും ഇസ്ലാമിക ലോകത്തിലെ ആദ്യ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റുമായ പാകിസ്ഥാനുമായി സഹകരിക്കാൻ പദ്ധതിയിടുന്നതായി ഇസ്രായേലി ചാരസംഘടനയായ മൊസാദും സ്ഥിരീകരിച്ചതോടെ മധ്യേഷ്യ മുതൽ ദക്ഷിണേഷ്യ വരെ ന്യൂക്ലിയർ സ്ട്രൈക്ക് നടത്താൻ ശേഷിയുള്ള ഒരു ഭൂഖണ്ഡാന്തര മിസൈൽ നിർമ്മിക്കാൻ 2006 ഫെബ്രുവരി 3 ഇസ്രായേലി ക്യാബിനറ്റ് തങ്ങളുടെ കീഴിലുള്ള പ്രതിരോധ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടു. മധ്യ ഏഷ്യ മുതൽ ദക്ഷിണ ഏഷ്യ വരെ ന്യൂക്ലിയർ സ്ട്രൈക്ക് നടത്താൻ ശേഷിയുള്ള ഒരു ഭൂഖണ്ഡാന്തര മിസൈൽ നിർമ്മിക്കാൻ 2006 ഫെബ്രുവരി 3 ഇസ്രായേലി ക്യാബിനറ്റ് തങ്ങളുടെ കീഴിലുള്ള പ്രതിരോധ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ഇസ്രായേലി മിനിസ്ട്രി ഓഫ് ഡിഫൻസ് അവരുടെ വകുപ്പിന് കീഴിലുള്ള ആയുധ വിദഗ്ധരുമായി ഈ വിഷയത്തിന്മേൽ സുദീർഘമായ ചർച്ചകളാണ് ആരംഭിച്ചത്. തൽഫലമായി പ്രസ്തുത തീരുമാനത്തിന് ഒരു അടിയന്തര പരിണാമമാണ് ഈ യോഗങ്ങളിൽ സംഭവിച്ചത്. നിലവിൽ ഇസ്രായേലി സായുധ സേനകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും രാജ്യത്തിന്റെ അപ്രഖ്യാപിത ആണവ പ്രതികരണ സംവിധാനത്തിന്റെ ഒരു നിർണായക ഘടകവുമായ ജെറിക്കോ മിസൈൽ ശ്രേണിയിൽ കൂടുതൽ പരിഷ്കരണം സാധ്യമാക്കിയാൽ ഏഷ്യയുടെ പകുതി പ്രദേശങ്ങളും പ്രഹരിക്കാൻ കഴിയുന്ന ഒരു പുതിയ മിസൈൽ വികസിപ്പിക്കാമെന്നായിരുന്നു ഈ കൂടിക്കാഴ്ചകളുടെ അവസാനം പ്രതിരോധ മന്ത്രാലയത്തിലെ വിദഗ്ധർ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് നൽകിയ ഉപദേശം.
അതുകൊണ്ട് തന്നെ 1960കളുടെ മധ്യത്തിൽ ഫ്രഞ്ച് സഹായത്തോടെ നിർമ്മിച്ചതും 1973 വിഖ്യാതമായ യോം കിപ്പൂർ യുദ്ധത്തിന് മാസങ്ങൾക്ക് മുൻപ് ഇസ്രായേലി സായുധ സേനകളിൽ കമ്മീഷൻ ചെയ്തതുമായ ഈ മധ്യ മിസൈലിന്റെ രണ്ടാം സീരീസായ ജെറിക്കോ 2 സഞ്ചാര ദൂരം വർദ്ധിപ്പിച്ച് ജെറിക്കോ 3 എന്ന നാമത്തിൽ പുതിയൊരു ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് വികസിപ്പിക്കാനായിരുന്നു ഇവരുടെ ആഗ്രഹവും. തൽഫലമായി 1990കളിൽ IDF-ലേക്ക് കമ്മീഷൻ ചെയ്യപ്പെട്ട ഈ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലിൽ തുടർ ഗവേഷണം നടത്താനും അനുബന്ധമായി നൂതന സൗകര്യങ്ങളും സാങ്കേതിക വിദ്യകളും ഉൾപ്പെടുത്തി ഇതിന്റെ പ്രഹരപരിധി കൂട്ടാനും ഇസ്രയേലിലെ മുൻനിര ആയുധ നിർമ്മാണ കമ്പനിയായ ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസിനോട് നാഷണൽ ക്യാബിനറ്റ് ഉത്തരവിട്ടു. ഇസ്രായേൽ മന്ത്രിസഭയായ നാഷണൽ ക്യാബിനറ്റിന്റെ ഉത്തരവ് ലഭിച്ചതും അതിവേഗത്തിലാണ് അവിടുത്തെ മുൻനിര ആയുധ കമ്പനിയായ ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് ജെറിക്കോ 3 വികസനത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത്. ലോകപ്രശസ്ത ഡിഫൻസ് ആൻഡ് സ്പേസ് കമ്പനികളിൽ ഒന്നായ ഫ്രാൻസിലെ ദസോ ഏവിയേഷൻ ഡിസൈൻ ചെയ്ത മിസൈൽ മാതൃകയായിരുന്നു ഈ മിസൈലിന്റെ പ്രഥമ സീരീസായ ജെറിക്കോ 1 എന്നിരിക്കെ വർഷങ്ങൾക്ക് ശേഷം ഇതിന്റെ അടുത്ത സീരീസായ ജെറിക്കോ 2 ഫ്രഞ്ച് ടെക്നോളജിയെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് നടത്തി ഇസ്രായേൽ എയറോസ്പേസ് ഇൻഡസ്ട്രീസ് തന്നെ ആഭ്യന്തരമായി തയ്യാറാക്കിയതായിരുന്നു. തൽഫലമായി മുൻഗാമിയായ ജെറിക്കോ 2 ഡ്യുവൽ സ്റ്റേജ് ഡിസൈനിനേക്കാൾ വലുപ്പം കൂടിയ 3 സ്റ്റേജ് ഡിസൈൻ ആയിരുന്നു ഇതിന്റെ വികസന മാതൃകയായി IAI രൂപപ്പെടുത്തിയത്. 15.5 മീറ്റർ നീളവും 1.56 ഡയമീറ്റർ വ്യാസവും ഉണ്ടായിരുന്ന ഈ മിസൈലിന് ഊർജം പകരാൻ ഖര ഇന്ധനത്തിൽ പ്രവർത്തിക്കുന്ന മൾട്ടിപ്പിൾ സ്റ്റേജ് സോളിഡ് റോക്കറ്റ് എഞ്ചിനെയാണ് ഇവിടുത്തെ ശാസ്ത്രജ്ഞർ ഘടിപ്പിച്ചത്. അനുബന്ധമായി നൂതന സാങ്കേതിക വിദ്യ പ്രയോഗത്തിലൂടെ ജെറിക്കോ 3 പ്രഹരപരിധി 7800 കിലോമീറ്റർ വരെയായി ഉയർത്തിയ ഇസ്രായേലി എയറോസ്പേസ് ഇൻഡസ്ട്രീസിലെ എഞ്ചിനീയർമാർ 400 മുതൽ 1400 കിലോഗ്രാം വരെ ന്യൂക്ലിയർ, നോൺ ന്യൂക്ലിയർ എക്സ്പ്ലോസീവുകൾ വഹിക്കാൻ പാകത്തിലാണ് മിസൈലിന്റെ വാർഹെഡിനെ രൂപപ്പെടുത്തിയത്. തൽഫലമായി ഇതിന്റെ വികസന ലക്ഷ്യം എന്നതുപോലെ ഭൂഖണ്ഡാന്തര സഞ്ചാരശേഷിയും അതിമാരക നശീകരണ ശേഷിയുമാണ് ജെറിക്കോ 3 നിശ്ചയിക്കപ്പെട്ടത്. മേൽപ്പറഞ്ഞ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയായതും 2008 ജനുവരി 17 ഇസ്രായേലി സ്പേസ് ഏജൻസി ഈ മിസൈലിനെ പൽമാക്കിമിൽ നിന്നും വിജയകരമായി പരീക്ഷിച്ചു. പശ്ചിമ ഇസ്രയേലിലെ പൽമാക്കിം എയർബേസിൽ നിന്നും 2008 ജനുവരി 17 വിജയകരമായി പരീക്ഷിച്ച ജെറിക്കോ 3 കുറിച്ചുള്ള മറ്റു വിവരങ്ങളൊന്നും ഇസ്രായേൽ സർക്കാർ ആ സമയത്ത് വെളിപ്പെടുത്തിയില്ലെങ്കിലും കുറച്ചു മാസങ്ങൾക്ക് ശേഷം അമേരിക്കൻ ചാരസംഘടനയായ സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി അഥവാ CIA US കോൺഗ്രസിന് സമർപ്പിച്ച ഒരു സ്പെഷ്യൽ റിപ്പോർട്ടിൽ ഈ മിസൈലിനെ പറ്റി പരാമർശമുണ്ടായത് അന്തർദേശീയ പ്രതിരോധ മാധ്യമങ്ങളിൽ വലിയ അഭ്യൂഹങ്ങൾക്കാണ് വഴിവെച്ചത്. ജെറിക്കോ 3 യഥാർത്ഥ പ്രഹര ദൂരം 11,000 കിലോമീറ്റർ ആണെന്നും ഹൈപ്പർസോണിക് സ്പീഡിൽ പറക്കുന്ന ഈ ബാലിസ്റ്റിക് മിസൈലിൽ 4 മുതൽ 6 വരെ മിർവ് ടെക്നോളജിയിൽ അധിഷ്ഠിതമായ ലോ ഈൽഡ് ന്യൂക്ലിയർ വാർഹെഡുകൾ ഉൾക്കൊള്ളുമെന്നും CIA ആ നിഗമനത്തെ ഉദ്ധരിച്ച് ഇവർ പ്രചരിപ്പിച്ചതോടെ ഇസ്രയേൽ ആവനാഴിയിലെ ഏതൊരു തദ്ദേശീയ ആയുധ സംവിധാനങ്ങളെയും പോലെ ജെറിക്കോ 3 ലോകത്തിന് സംശയമുണർന്നു. ഇതിനൊരു അനുബന്ധമായി 2010 പുറത്തുവിട്ട സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിപ്പോർട്ട് ഈ മിസൈൽ ഇസ്രായേൽ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഷാബിറ്റിന്റെ സൈനിക രൂപമാണെന്ന് അഭിപ്രായപ്പെട്ടത് ആഗോള പ്രതിരോധ വിദഗ്ധർ പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു. മാത്രമല്ല ജെറിക്കോ 3 വർദ്ധിത സഞ്ചാര ദൂരം തങ്ങൾക്കെതിരെ ലോകത്തെവിടെ നിന്നുമുള്ള ആക്രമണങ്ങൾക്ക് കനത്ത തിരിച്ചടി കൊടുക്കാൻ ഇസ്രയേലിനെ പ്രാപ്തമാക്കുന്നുവെന്നും ഇവർ നിരീക്ഷിച്ചതോടെ ജൂതരാജ്യത്തോട് ശത്രുത മനോഭാവം പുലർത്തുന്ന ഇറാനെയും അക്കാലത്ത് അവർക്ക് സൈനിക സഹായം നൽകിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനെയും ഈ മിസൈൽ ഉപയോഗിച്ച് ടെല്ലവീവിനെ പ്രഹരിക്കാമെന്നുള്ള ഒരു ബോധ്യം വിശ്വശാക്തിക തന്ത്ര കൂട്ടായ്മകളിൽ പ്രബലമായി. ചുരുക്കത്തിൽ മധ്യപൂർവ്വ ദേശത്തെ പ്രവചനാതീതമായ ഭൗമരാഷ്ട്രീയ വ്യതിയാനങ്ങൾ കഴിഞ്ഞ 3/4 നൂറ്റാണ്ടോളമായി ഇസ്രയേലിനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സുരക്ഷാ വെല്ലുവിളികൾ നിലവിലെ കാലഘട്ടത്തിൽ പ്രസ്തുത മേഖലയ്ക്ക് പുറത്തുനിന്നും കൂടി ഉയർന്നു വന്നതോടെയാണ് ഈ ജൂതരാഷ്ട്രത്തിന് തങ്ങളുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി ജെറിക്കോ സീരീസ് പോലുള്ള വിനാശകരമായ പല ആയുധങ്ങളുടെയും വികസനം സാധ്യമാക്കേണ്ടി വന്നതെന്നാണ് യാഥാർത്ഥ്യം. തൽഫലമായി പശ്ചിമേഷ്യയെ മാത്രം ഉന്നമിട്ടുകൊണ്ട് നിർമ്മിച്ച പല യുദ്ധോപകരണങ്ങളും ദക്ഷിണേഷ്യയും മധ്യേഷ്യയും അടക്കമുള്ള ഏഷ്യയുടെ ഇതര സ്ഥാനങ്ങളെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പിൽക്കാലത്ത് ഇസ്രയേലിന് പരിഷ്കരിക്കേണ്ടി വന്നു. ആവശ്യമാണ് ഉദ്ഭവത്തിന്റെ മാതാവ് എന്ന ആപ്തവാക്യത്തെ ഓർമ്മപ്പെടുത്തും വിധം
ആഭ്യന്തര പ്രതിരോധ ഗവേഷണത്തിന് വലിയ പ്രോത്സാഹനമാണ് യഹൂദ രാഷ്ട്രം രൂപീകരിക്കപ്പെട്ട 1948 മുതൽ നാളിതുവരെയുള്ള എല്ലാ ഇസ്രായേലി സർക്കാരുകളും അന്നാട്ടിലെ തദ്ദേശീയ മിലിറ്ററി കോംപ്ലക്സുകൾക്ക് നൽകിയിട്ടുള്ളതെന്നും ഇവിടെ നാം ഓർക്കേണ്ടതാണ്. ഇക്കാലയളവിൽ പരമ്പരാഗത ആണവ പടക്കോപ്പുകളുടെ നിർമ്മാണത്തിൽ കാര്യമായ രീതിയിൽ സ്വയം പര്യാപ്തത ആർജിക്കാനും അസൂയാവഹമായ രീതിയിൽ സ്വന്തം എയറോസ്പേസ് മേഖലയെ വളർച്ചയിലേക്ക് നയിക്കാനും ഇസ്രയേലിന് കഴിഞ്ഞു. തൽഫലമായി ജെറിക്കോ സീരീസുകളിലെ ബാലിസ്റ്റിക് മിസൈലുകൾ കൊണ്ട് ഈ ഭൂഗോളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ആക്രമണം നടത്താൻ ടെല്ലവീവിന് കഴിയുമെന്നത് ഇസ്രയേലിന്റെ ശത്രുക്കൾക്കുള്ള വ്യക്തമായ ഒരു മുന്നറിയിപ്പുമാണ്. വൈവിധ്യവും നവീനവുമായ ഈ പ്രക്ഷേപാസ്ത്രങ്ങൾ അതിനവർക്കുള്ള ഉറച്ച പിൻബലവുമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ മിസൈൽ ശക്തികളിൽ ഒന്നാണ് ഇസ്രയേൽ. മാത്രമല്ല, അത്യന്തം അഭിമാനാർഹമായ ഈ പദവി അവരെ ആഗോളതലത്തിൽ ഒരു മുൻനിര ആയുധ കയറ്റുമതി രാജ്യമായും അടയാളപ്പെടുത്തുന്നുമുണ്ട്. ചാണക്യന്റെ കൂടുതൽ വീഡിയോകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.